ഗായ്സ്, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു യാത്ര എവിടേക്കാ വെച്ചാൽ അട്ടപ്പാടിക്കാണ് ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വണ്ടിക്ക് എണ്ണ തീരില്ല. അപ്പോൾ എണ്ണ അടിക്കണം. എണ്ണ അടിച്ച് നേരെ നമ്മുടെ സ്പോട്ടിൽ വരണം. സ്പോട്ടിൽ വന്നിട്ട് ഇതാണ്ട് വണ്ടിയിൽ ക്യാനും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി നേര് പോകുന്നത് നമ്മൾ അട്ടപ്പാടിക്കാണ് ഗായ്സ്. അപ്പോൾ അത്തിരി ലോങ് ആണ്. അപ്പോൾ അത് കാരണം ക്യാനിൽ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് നേര് ഞങ്ങൾ പോയി മുന്നോട്ട്. ഇവിടുന്ന് നെന്മാറിൽ നിന്ന് ഞാൻ, വൈഷ്ണു, അതേമാതിരി ബബീഷ്, സരുണ്, ഞങ്ങൾ 4 ആളും കൂടി നേര് നമ്മൾ പാലക്കാടാണ് പോകുന്നത്. പാലക്കാട് എത്തി നമ്മുടെ മച്ചാമാർ കൊല്ലംകോട്ടിൽ നിന്ന് എത്തും. കൊല്ലംകോട്ടിൽ നിന്ന് അതേമാതിരി കൊല്ലംകോട്ടിൽ നിന്ന് അൻവർ ഉണ്ടാവും, മകേഷ് ഉണ്ടാവും, മകേഷിൻ്റെ അനിയൻ ഉണ്ടാവും, അഖിലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നേര് മുന്നോട്ട്. അപ്പോൾ 4 വണ്ടിയും 8 പേരും കൂടിയാണ് പോണത്. 5 വണ്ടിയും 8 പേരും കൂടിയാണ് പോണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒന്നിച്ചു കൂടി എല്ലാ ലൊക്കേഷൻ ഇട്ട് കറക്റ്റ് സ്ഥലം എത്തി. ഫസ്റ്റ് തന്നെ നമുക്ക് മസ്റ്റായിട്ട് നമ്മുടെ റൂട്ട് മാപ്പൊക്കെ പ്ലാൻ ചെയ്യണം. അതിനുള്ള പറ്റിയ സ്ഥലം എവിടെ വെച്ചാൽ ചായക്കടയാണ് ഗൈസ്. അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഫസ്റ്റ് തന്നെ തുടങ്ങാമെന്നുള്ള പ്ലാനിൽ എല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടി സ്പോട്ടിൽ നിർത്തി ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് അവിടെ നിന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പ് എല്ലാം സെറ്റാക്കി. റൂട്ട് പോകണം, എങ്ങനെ വരണം, എല്ലാം അവിടെ സംസാരിച്ച് തീർത്തിട്ടാണ് നേര് മുന്നോട്ട്. അപ്പോൾ നേരെ അത്യാവശ്യം മഴക്കാറ് കാണുന്നുണ്ട് കേട്ടോ. മഴ വരുന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യമുള്ള കാരണം മഴ പെയ്തു ഗൈസ്. മഴ പെയ്തതാ കോട്ടും കാര്യങ്ങളെല്ലാം സെറ്റാക്കി നേര് മുന്നോട്ട്. കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞതും മഴയൊക്കെ കഴിഞ്ഞു ഗൈസ്. ആകെ സീനായി. പിന്നെ കോട്ട് അഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. പിന്നെ വെയിലോ വെയിൽ. പഴയമാതിരി നമ്മുടെ മഴ ഇപ്പം ഒത്തിരി കമ്മിയാണ്. പിന്നെ കോട്ടും കാര്യങ്ങളൊക്കെ അഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നേര് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നേര് മുന്നോട്ട്. പിന്നെ അങ്ങനെ അട്ടപ്പാടി മലകൾ കാണാൻ തുടങ്ങി ഗായ്സ്. അപ്പോൾ നേര് മുന്നോട്ട് പറഞ്ഞാൽ മുന്നോട്ട്. പിന്നെ കണ്ടിന്യൂ യാത്ര. എന്താ വെച്ചാൽ നമുക്ക് അവിടെ കിടന്ന് കറങ്ങാനുള്ള സമയമായതുകൊണ്ട് നമ്മൾ ഇവിടെ എവിടെയും നിർത്തിയില്ല. നേരെ അട്ടപ്പാടി തന്നെ പിടിക്കാന്നുള്ള പ്ലാനിൽ. അത്യാവശ്യം മോശമായിരുന്നു അട്ടപ്പാടി പോകുന്ന റൂട്ടൊക്കെ. ഈ റൂട്ട് ഞാൻ അന്ന് വരുമ്പോൾ ഇതേ ഒരു കൊല്ലത്തിന് മുമ്പ് വരുമ്പോൾ ഇതേ സ്ഥലം തന്നെ, ഒരു മാറ്റവും ഇല്ല, ഒരു ഇതുമില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് 12:45 പിന്നെ ഫുഡ് കഴിച്ചിട്ട് കയറി. എന്നാൽ ചുരം കയറുമ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് അട്ടപ്പാടി ചെക്ക് പോസ്റ്റിന് താഴെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നേര് ചുരം കയറാൻ തുടങ്ങി. ചുരം കയറാൻ തുടങ്ങുമ്പോൾ മഴയൊക്കെ പ്രതീക്ഷിച്ചു, മഴയും കോടയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ മഴ പോയിട്ട് ഒരു പൂടയും ഇല്ല ഗൈസ്. അപ്പോൾ നേര് മുന്നോട്ട്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു KSRTCൻ്റെ ബാക്കിലായിരുന്നു. അത് കാരണം പിന്നെ അതിൻ്റെ വലിപ്പിച്ച് അതിൻ്റെ പുറകേ പോയി. പിന്നെ അട്ടപ്പാടി പോയാൽ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നൊരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ. വ്യൂ പോയിന്റ് എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു പിക്ചേഴ്സൊക്കെ വരയ്ക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് വീഡിയോ, ഇതൊരു ഒന്നാമത്തെ വീഡിയോ ഉണ്ടാ. ഇനി 2ാമത്തെ വീഡിയോ ഇറങ്ങും. ഒരുപാട് ലെങ്ത്താണ്. അത് കാരണം ഞാനിങ്ങനെ ചെറുതായി ഷോർട്ടാക്കിയാണ്. അട്ടപ്പാടിൻ്റെ വീഡിയോൻ്റെ ഇവിടം കൊണ്ട് നമ്മൾ നിർത്തിയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് അടുത്ത വീഡിയോ ആണ് നല്ല കണ്ടന്റ്. എന്താ വെച്ചാൽ കരടിപ്പാറയ്ക്ക് പോണ ഒരു കണ്ടന്റാണ്. ഇപ്പോൾ ഈ ഒരു കണ്ടന്റ് പറഞ്ഞാൽ ഇവിടേക്ക് കയറുന്ന ചുരം കയറുന്ന ഒരു സെറ്റപ്പേ ഉള്ളൂ. ഈ ചുരം കയറി ഒരു ബോർഡിൻ്റെ അവിടെ എത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം ഇരുന്ന് കുറേ നേരം എന്താ പറയുക, അവിടുത്തെ ഒരു പ്രത്യേകതരം ഭംഗിയാണല്ലോ ഈ സ്ഥലം. പിന്നെ അതെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്ത് പറഞ്ഞാൽ കുറേ ഫോട്ടോസ് തന്നെ മെയിനായിട്ട് മസ്റ്റായിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കണം. നമ്മുടെ മച്ചാമർ എല്ലാവരും ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത്. ഈ വീഡിയോ ഇവിടെ നിന്ന് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത ദിവസങ്ങളിൽ. ഓക്കെ.